പാലക്കാട് കോൺഗ്രസ് SDP-യുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും പ്രവർത്തിച്ചിരുന്നുവെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ SDPI ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. അതേസമയം UDF-ന് 10,000-ലേറെ വോട്ടുകൾ തങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് SDPI പാലക്കാട് ജില്ലാ സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ SDP-I ജമാഅത്തെ ഇസ്ലാമി വോട്ട് വേണ്ടെന്ന് വെക്കാൻ UDF തയ്യാറാവുമോ എന്നത് തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉയർന്ന ചോദ്യമാണ്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം അതിന് കൃത്യമായ ഉത്തരം നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ SDP-I ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിലെത്തിയാണ് രാഹുൽ നേതാക്കളെ സന്ദർശിച്ചത്. കൂടാതെ വിക്ടോറിയ കോളേജിന് സമീപത്തുള്ള പഴയകോട്ട ഹനഫി ജുമാ മസ്ജിദ് പള്ളിക്ക് മുൻപിൽ SDP-ക്കാർക്കൊപ്പവും രാഹുൽ നിൽക്കുന്ന ചിത്രങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. SDP-ക്കാർക്കൊപ്പം രാഹുൽ നിൽക്കുന്ന ചിത്രങ്ങളിൽ പള്ളികൾ കേന്ദ്രീകരിച്ച് വിതരണം ചെയ്തു എന്ന് പറയുന്ന ലഘുലേഖയും കാണാനാവും. പാലക്കാട് 10,000-ഓളം വോട്ടുകൾ UDF-ന് നൽകിയെന്ന് SDP-I ജില്ലാ സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിൽ തങ്ങളുടെ വോട്ടുകൾ നിർണായകമായിട്ടുണ്ടെന്നാണ് SDP-I പറയുന്നത്. പാലക്കാട് മണ്ഡലത്തിലെ മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ ഏത് പാർട്ടിക്കാണ് അവിടെ മുൻതൂക്കമുള്ളത് അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ളൊരു തീരുമാനമായിരുന്നു, ആ ഒരു നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചത്. പാർട്ടിയുടെ ആഹ്വാനപ്രകാരം പാലക്കാട്ടെ മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ ഏത് പാർട്ടിക്കാണോ കൂടുതൽ സ്വാധീനമുള്ളത് എന്നുള്ള നിലക്ക് UDF-ന്റെ വൻ വിജയത്തിന് കാരണമാവുകയും ചെയ്തു. 180 ബൂത്തുകളിൽ 128ഓളം ബൂത്തുകളിൽ പാർട്ടിക്ക് സ്വാധീനമുണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അപകടകരമായ രാഷ്ട്രീയമാണ് പയറ്റിയത് എന്നും ന്യൂനപക്ഷ വോട്ടുകൾ തട്ടിയെടുക്കാൻ ഗ്രീൻ ആർമി ഉൾപ്പെടെ രൂപീകരിച്ച് പള്ളികളും ന്യൂനപക്ഷ വീടുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുകയാണ് ചെയ്തത് എന്നും BJP നേരത്തെ ആരോപിച്ചിരുന്നു. BJPയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ജനം, പാലക്കാട്.